പ്ലാസയില്, ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. അത്രേ ഉള്ളൂ. ഹലോ, എന്തേ? ഹലോ ഗൈസ്, കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ വെടിയും പുകയും ചാരവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സംഘടനയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫിലിം സംഘടനയായ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഫുൾ ടൈം വെടിവെപ്പും മറ്റ് ഇത് ഡിങ്കോളിഫിക്കേഷനും ഒക്കെയാണ് അതിനകത്തുനിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ പണ്ട് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളുടെ ഒരു പ്രതീകമാണ് അൻസിബ ഹസൻ എന്ന് പറഞ്ഞ മിടുക്കിയായിട്ടുള്ള ഒരു നടി. അപ്പോൾ അൻസിബ ഹസൻ, ടിനി ടോം അവരുടെ ഒരു ചർച്ചാ വിഷയം ഇവിടെ ഇങ്ങനെ കത്തിപ്പടരുന്നതിൻ്റെ ഇടയിൽ അമ്മയിലുള്ള എല്ലാ സംഘ അംഗങ്ങളും രാജിവെക്കുന്നു എന്ന് പറഞ്ഞൊരു ഇത് പുറത്തു വരുന്നു, ഒരു റൂമർ വരുന്നു. എല്ലാവരും രാജിവെച്ച് പോയി. ഇപ്പോൾ അൻസിബ പോയി, പിന്നെ അതിലുള്ള എല്ലാ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും രാജിവെച്ച് പോയി എന്നുള്ളൊരു വാർത്ത. അതിന് പുറമെ ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ കുറേയേറെ സംഭവ വികാസങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്വേതാ മേനോനും പിഷാരടിയും കൂടെ സംസാരിച്ച ഒരു കമ്പിക്കഥ ലീക്കാവുന്നത്. അപ്പോൾ ഈ കമ്പിക്കഥ എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ വന്ന കമൻറ്റ് കണ്ടിട്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിലെ ആളുകളുടെ ഒരു ചിന്താഗതി, അവരുടെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിനെ കമ്പിക്കഥ എന്ന് പറഞ്ഞത്. അപ്പോൾ കമൻ്റ് ഇട്ട ആളുകളുടെ ഒരു ഇത് കണ്ടാൽ തോന്നും പിഷാരടി എന്തോ വലിയൊരു പീഡകനാണ്, എന്തൊരു വലിയൊരു എന്താ പറയുക, കൊച്ചു കുട്ടികളെ പോലും അങ്ങ് പീഡിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള എന്തോ ഒരാളാണ്. അത് ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരനെ പിടിച്ചൊരു കോഴിയൊക്കെ ആക്കി കളഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് തരുന്ന സ്ഥലത്ത് കയറിയിട്ട് വേറൊരാൾ നമ്മളടുത്ത് സംസാരിക്കും അല്ലേ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടി, അല്ലെങ്കിൽ അവരൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സംഭവം എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് കേട്ടിട്ട് പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ല എന്നറിയുന്ന സ്ഥാനത്തെ ഒരാൾ നമ്മളടുത്ത് കൊത്താൻ വരും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ രമേഷ് പിഷാരടിയും ശ്വേതയും സംസാരിച്ചിടത്ത് എനിക്കൊരു അശ്ലീലതയും തോന്നിയിട്ടില്ല. ബിക്കോസ് അവർ കുറേ വർഷങ്ങളായിട്ട് തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ ചേർന്നാൽ, ഇപ്പോൾ സുഹൃത്ത് ബന്ധത്തിന് ആണ് പെണ്ണ് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇപ്പം ഇവിടെ കുറേ പേര് ബെസ്റ്റി എന്ന് പറയുന്നതിൻ്റെ പര്യായം ഓയോ റൂമിൽ കൊണ്ടുപോയി കൂട്ടുകാരി, അതായത് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഓയോ റൂമിൽ പോയി റൂം എടുക്കുക എന്നുള്ളൊരു തരത്തിലൊക്കെ ആൾക്കാർ ബെസ്റ്റിയുടെ പര്യായം തന്നെ ആളുകൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അതായത് കാമുകനില്ലാത്ത സ്വാതന്ത്ര്യം ബെസ്റ്റിക്കുണ്ട്, ബെസ്റ്റി മറ്റേ ഡിങ്കോളിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ബെസ്റ്റി ആകുന്നത് എന്നുള്ള തരത്തിൽ ന്യൂ ജനറേഷൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ, ബെസ്റ്റികളെ പോലും വേറെ രീതിയിൽ മാറ്റിമറിച്ച ആളുകൾ അതിൻ്റെ ഒരു ഇത് തന്നെ മറ്റേ ശുക്രിയ എന്ന് പറയുന്ന വാക്ക് നന്ദിയാണ്. അതിൻ്റെ അർത്ഥം ആ സിനിമയിൽ അഭിനയിച്ച എബിയും സോനയും മാറ്റിയതുപോലെ ഇവിടെയുള്ള കുറേ ആളുകൾ ചേർന്നിട്ട് ബെസ്റ്റിയുടെ അർത്ഥം തന്നെ മാറ്റിയിട്ട് ബെസ്റ്റി എന്നുള്ളൊരു വാക്കിന് തന്നെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇവർ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ കൂടിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഗോസിപ്സ് പറയും. ഉദാഹരണത്തിന് പേളി മാണി ഷോ. ഈ പേളി മാണി ഷോയിൽ ടൊവിനോയും ബേസിൽ ജോസഫും വരുമ്പോൾ ഉള്ള ഒരു പേളിയുടെ ഒരു ഇടപെടലുണ്ട്. അത് കണ്ടു പല ഡബിൾ മീനിങ് വരുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും അവർ പബ്ലിക്കിലിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും കേൾക്കുമ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ്. ഇതിപ്പോൾ ശ്വേതയോട് പിഷാരടി മൊബൈലിൽ സംസാരിച്ചു, അത് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞ അശ്ലീലതയായിട്ട്. അതായത് മലയാളികൾ ആരും ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് മനുഷ്യരാണ്. വേറൊരാൾക്ക് തെറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി അങ്ങ് പെർഫെക്റ്റ് ആവും. ഇവിടെ ഇപ്പോൾ തെറ്റ് പോലും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര കൂതറയായിരിക്കും. കൂതറയെന്ന് വെച്ചാൽ ലോക കൂതറയായിരിക്കും. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു പേര് ദോഷം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചീത്തപ്പേര് വന്നാൽ ഈ തെണ്ട് കയറിയിട്ട് സ്വയം പ്രഖ്യാപിത നല്ലവനാകും. അതാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഒരവസ്ഥ. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പിഷാരടി ശ്വേതയുമായിട്ട് വിളിച്ച ആ സംഭാഷണം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത് കേരളം മൊത്തം ഞെട്ടിച്ച കമ്പിക്കഥയല്ലേ ഇത്. അപ്പോൾ അതിൽ നമുക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നു.
ഇത് കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മാനസിക പ്രശ്നമോ മാനസിക സമ്മർദ്ദമോ വിഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതാണ് എൻ്റെ ഡിസ്ക്ലൈമർ. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ഒന്ന് ഞാൻ ക്രൗൺ പ്ലാസയിൽ ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നാ. അത്രേ ഉള്ളൂ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗഡ് പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് മൂപ്പര് വന്നിട്ടാണ് പരിപാടി. ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമില്ല. അല്ലേ, ഞാൻ കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് വിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. കേരളം ഞെട്ടിത്തരിച്ചു പോയ ആ ഒരു കമ്പിക്കഥ. ഇത് അജ്മൽ അമീർ ഒരു പെണ്ണിനെ വിളിച്ച് കോഴിത്തരം പറഞ്ഞിട്ട് അജ്മൽ അമീറിന്റെ അടുത്ത് അത് ലീക്കായ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് ആണ്, ഞാനെന്റെ അത് ആണ്. അത് അശ്ലീലം. അജ്മൽ അമീർ ചെയ്തത് അശ്ലീലം, പച്ച അശ്ലീലം. അതായത് അതിന് വേണം നമുക്ക് കമ്പിക്കഥ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയാം. പക്ഷെ ഇതിൽ എനിക്ക് അശ്ലീലത, ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അശ്ലീലതയും തോന്നിയിട്ടില്ല. ബിക്കോസ് പിഷാരടി ശ്വേതയോട് ചോദിക്കുന്നു ഇപ്പം എവിടെയാണ്. ശ്വേത ഒരു സ്ഥലത്താണെന്ന് മറുപടി പറയുന്നു. അവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ വൈകിട്ട് ഭർത്താവ് വരും എന്ന് പറയുന്നു. അപ്പോൾ പിഷാരടി ചിരിക്കുന്നു. കാരണം പിഷാരടി അവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചതിനാണ് വൈകിട്ട് ഭർത്താവ് വരുന്നുണ്ട് എന്ന് ശ്വേത പറഞ്ഞത്. പക്ഷെ ശ്വേതയും അത് വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞത്. പിഷാരടി അത് ഫ്രണ്ട്ലി ടോക്ക് പോലെ അങ്ങ് ചിരിച്ചു. ആ സമയത്ത് ശ്വേതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പിഷു എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ടോക്ക് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി, അല്ലെങ്കിൽ എനിക്കത് മോശമായിട്ട് തോന്നി എന്നവർക്ക് റിയാക്ട് ചെയ്യാം. അവരും അതിനെ ചിരിച്ചുകൊണ്ട് വളരെ കാമായിട്ട് കൂളായിട്ട് ഓ ആ പരിപാടിയോ അത് അവരതിനെ ആ രീതിയിൽ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു. ഇവിടെ അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് മലയാളികൾക്കാണ്. പിഷാരടി അറിയാലോ, ഒരു വൺ മാൻ ഷോ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേജ് കൊടുത്ത് ആ സ്റ്റേജ് തന്നെ ഇളക്കി മറിക്കാൻ പുള്ളിക്കാരൻ പല രീതിയിലും പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിൽ MLA ആയിരിക്കും എന്തെങ്കിലും ഒരു അപവാദം കൊണ്ട് വെച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഉള്ളൊരു ഇതാണല്ലോ. മുകേഷ് MLA ആയിരുന്ന സമയത്ത് കുറേ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ ആൾക്കാർ വിളിക്കുമ്പം വിളച്ചിലെടുക്കരുത് കേട്ടോ അമ്മാതിരിയൊക്കെ ഉള്ള കുറേ വെകിളിത്തരങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട് അതേ ഒരു ലെവലിൽ പിഷാരടിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മലയാളികളുടെ എളിയ ഉദ്യമം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടനെ മലയാളികൾ പറഞ്ഞു അവർ തമ്മിൽ എന്തോ കമ്പിക്കഥ ചർച്ച ചെയ്തു. എനിക്കിതൊരു ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് തോന്നിയത്. ചില ഫ്രണ്ട്സുകൾ ആ കൂട്ടത്തിലിരിക്കുമ്പോൾ എന്തെല്ലാം മോശത്തരങ്ങൾ എന്തെല്ലാം പറയും. ഐ മീൻ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഇടയിലും ഭൂമിയുടെ മുകളിലുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, അതിപ്പോൾ ബോയും എന്നല്ല ഗേളും എന്നല്ല, ആണും പെണ്ണും ഒരുമിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അവിടെ എന്തും പറയാനുള്ള സ്പേസ് ഉണ്ടാകും. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിപ്പം തോളി കൈയിടാൻ അവസരം കൊടുക്കുമ്പോൾ അത് അത് മുതലെടുത്ത് കയറിപ്പിടിക്കുകയോ ചെയ്യുന്ന ഒരുത്തനെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, തോളിൽ കൈയിടാൻ അവസരം കൊടുത്താൽ നമ്മുടെ തോളിൽ തന്നെ ലൈഫ് ലോങ് കൈയിട്ട് നടക്കുന്ന ഒരാളെ നമുക്ക് ഫ്രണ്ടെന്ന് വിളിക്കാം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. ഇവിടെ എനിക്ക് ഇവർ സംസാരിച്ചത് ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് തോന്നി. പക്ഷേ ഇതിൽ എനിക്കുള്ളൊരു ഡൗട്ട്, ഈ പിഷാരടി വിശ്വസിച്ച് ശ്വേതാ മേനോനെ വിളിച്ച് സംസാരിച്ച ഈ ഓഡിയോ എങ്ങനെ ലീക്കായി? ഞാനിവിടെ അതാണ് ശരിക്കും അവർ തമ്മിൽ സംസാരിച്ച സംഭാഷണമേ അല്ല ഞാൻ ശ്രദ്ധിച്ചത്. ഈ ഓഡിയോ എങ്ങനെ ലീക്കായി? ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ശ്വേതാ മേനോൻ ഒരു വിള്ളലുണ്ടാക്കിയതല്ലേ. ഇതിപ്പോൾ പിഷാരടി എന്തായാലും ഇത് ലീക്ക് ചെയ്യത്തില്ല. അപ്പം ശ്വേതയുടെ ഫോണിൽ നിന്നാണ് ഇത് ലീക്കായതെങ്കിൽ മനഃപൂർവ്വം ഈ ഒരു സിറ്റുവേഷനെ കൊഴിപ്പിക്കാൻ ശ്വേത ചെയ്തൊരു തെണ്ടിത്തരമല്ലേ ഇത്? ഞാനതാണ് ഇവിടെ ചിന്തിച്ചത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിഷാരടി പറഞ്ഞ ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടി മറുപടി പറയും, കട്ട് ചെയ്യാൻ വെച്ചിട്ട് പോടാ കോഴിന്ന് തന്നെ വിളിക്കാം അല്ലേ? അവിടെ മാമനാണോ സുഹൃത്താണോ മച്ചാനാണോ മറച്ചതാണോ എന്നൊന്നും നമുക്കില്ല. നമ്മുടെ ഭർത്താവ് ഒഴിച്ച് വേറെ ആരും നമ്മളടുത്ത് വേറെ രീതിയിലൊരു സംഭാഷണത്തിന് വന്നാലും നമുക്ക് അപ്പം തന്നെ ഇറങ്ങി വെച്ചിട്ട് പോടാ തെണ്ടി എന്ന് വിളിക്കാം നമുക്ക്. പക്ഷേ ശ്വേത അവിടെ ചിരിച്ച്
അതിനെ കൂളായിട്ട് എടുത്തിട്ട് ഈ ഓഡിയോ എങ്ങനെ ലീക്കായി അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ നോക്കിയതിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ചതി, വഞ്ചന ഇതൊന്നും കലർത്താതെ കൊണ്ടുപോകണം. ഇത് 2 ഫ്രണ്ട്സുകൾ തമ്മിലുള്ള സംഭാഷണം, അത് വെളിയിൽ വന്നപ്പോൾ ആളുകൾ അത് എൻ്റർടൈൻ ചെയ്ത് അതിൽ അവിഹിതം കണ്ടെത്തുക, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ എന്തോ ശൃംഗരിച്ചു, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ആളുകൾ എന്തുകൊണ്ട് ഇതെങ്ങനെ ലീക്കായെന്ന് ചിന്തിച്ചില്ല അല്ലേ? ഒരു മനുഷ്യൻ്റെ വിശ്വാസ്യതയല്ലേ അവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് ഇതാണ്, ഈ ഓഡിയോ ലീക്കായപ്പോൾ അവിടെ തകർന്നത് ഫ്രണ്ട്ഷിപ്പാണ്. അവർ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സാണ്. ഒരു പൊതുവേദിയിൽ വെച്ചോ പേഴ്സണലായിട്ടോ പ്രൈവറ്റായിട്ടോ ഒക്കെ പിഷാരടിക്ക് ശ്വേതാ മേനോനെ ഹഗ് ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഈ ഒരു ഓഡിയോ ലീക്കായത് ഭയങ്കര ചീപ്പായി പോയെന്ന് ഞാൻ പറയും. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓഡിയോ കേട്ടപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ഭയങ്കര വൾഗറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലിടാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ രേഖപ്പെടുത്താം. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.